ഹലോ നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ 360 ഡിഗ്രി ഇത് നല്ല വിർച്വൽ ടൂർ എന്നൊക്കെ പറയുന്ന പരിപാടി, അതായത് ഇപ്പോൾ റൂമെന്നല്ല, ഒരു വീടിൻ്റെ കണ്ടപ്പോൾ ഒരു ഫുൾ 360 ഡിഗ്രി ചുറ്റും മുകളിലും താഴെയും എല്ലാ സൈഡിലും കാണാൻ പറ്റുന്ന രീതിയിൽ റെൻഡർ എടുക്കുക. അതെങ്ങനെ നമുക്ക് ഒരു പ്ലാറ്റ്ഫോമിൽ ഹോസ്റ്റ് ചെയ്ത് വ്യൂ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ പോകണം. ഇപ്പോൾ ഈ കാണുന്ന പോലെ ഇതൊരു ലിവിങ് റൂമാണ്. ഇങ്ങനെ ആരോ മാർക്ക് കാണുന്നുണ്ടല്ലോ, അതായത് ഈ ആരോ കോർട്ട് യാർഡ്, ഡൈനിങ്, ഫോർമൽ ലിവിങ്, പിന്നെ ഇവിടെയാണ് കിച്ചൺ. കിച്ചൺ കാണണമെങ്കിൽ നേരെ കിച്ചൻ്റെ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കിച്ചൻ്റെ അകത്തേക്ക് പോയി കിച്ചൻ്റെ ഫുൾ ചുറ്റും നമുക്ക് കാണാം എങ്ങനെ ഇരിക്കുന്നതെന്ന് കാണാം. ഫുള്ള് കിച്ചണിൽ നേരെ ഡൈനിങ്ങിലേക്ക് പോകണമെങ്കിൽ ഡൈനിങ്ങിൻ്റെ ആരോ പിടിച്ച് നോക്കുക. ഡൈനിങ്ങിലെത്തി ഡൈനിങ്ങിൻ്റെ അവിടെ നമുക്ക് കാണാൻ എന്തൊക്കെയാണ് വാഷ് ഏരിയ ഒക്കെ ഉണ്ട്, മനസ്സിലായില്ലേ? ഇനി ഇവിടെ നിന്ന് ഫോർമൽ ലിവിങ്ങിൽ പോകണമെങ്കിൽ ഫോർമൽ ലിവിങ്ങിൽ കയറുന്നു, അതിൻ്റെ അകം എങ്ങനെയാണെന്നുള്ളതൊക്കെ കാണും. അതായത് ഫുൾ ഇപ്പം നമുക്ക് ഇതിപ്പോൾ ഞാനിപ്പോൾ ഫുൾ വീടിട്ടില്ല, അതായത് ഡൈനിങ്, ലിവിങ്, കിച്ചൺ, ഒരു കോർട്ട് യാർഡ്, ഇത്രയും കാര്യമുള്ള ചെയ്തിരിക്കുന്നു. ശരിക്കും നമുക്കിപ്പോൾ ലിവിങ് റൂമിൽ നിന്ന് വേണമെങ്കിൽ ഇവിടെ അപ്പർ ലിവിങ്ങിൻ്റെ ഇവിടെ ഒരു ആരോ വെച്ചിട്ട് നേരെ അപ്പർ ലിവിങ്ങിൻ്റെ റെൻഡർ 360 നമുക്ക് കാണിച്ചു കൊടുക്കാമായിരുന്നു. അത്രയും ചെയ്തില്ല. ഞാനിപ്പോൾ ഇതിന് വേണ്ടി വീഡിയോയ്ക്ക് വേണ്ടി ഞാനിത് ചെറിയൊരു സംഭവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ഒരു സ്കെച്ചപ്പിൽ ഒരു ഫുൾ മോഡൽ, അതായത് വീടിൻ്റെ ഫുൾ ഇൻറ്റീരിയർ ഒറ്റൊരു മോഡലിൽ ചെയ്തിട്ട് അത് റെൻഡർ ചെയ്തെടുക്കേണ്ട ഒരു പ്രശ്നമില്ല. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോ റൂം വൈസ് നിങ്ങൾക്ക് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാനിവിടെ ഈ ഡൈനിങ്ങിലേക്ക് വന്നിട്ട് ഇവിടെ ഒരു വാതിൽ കണ്ടോ, ഈ ഒരു വാതിൽ എന്ന് പറഞ്ഞാൽ ബെഡ്റൂമിലേക്കുള്ളതാണ്, ഇതൊരു ടോയ്ലറ്റിലേക്കുള്ളതുമാണ്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഈ ബെഡ്റൂമിൻ്റെ ഇവിടെ ഒരു ആരോ മാർക്ക് വെച്ചിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആ ബെഡ്റൂമിൻ്റെ 360 റെൻഡർ ഓൺ ആവുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാം, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമുക്ക്, അതുപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞ അപ്പർ ലിവിങ്ങിൽ പോകണമെങ്കിൽ അവിടെ ഒരു ആരോ വെച്ച് ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ 360ലേക്ക് പോകുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ ചെയ്തിരിക്കണം അങ്ങനെ തന്നെയാണ്. കാരണം ഈ ലിവിങ് റൂമിൽ നിന്നാൽ നമുക്ക് ശരിക്കും ഈ ഭാഗങ്ങളെല്ലാം കാണാൻ പറ്റും. പക്ഷെ എന്നാൽ നമുക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് സൂം ചെയ്ത് നോക്കിയാൽ ഇച്ചിരി സൂം ചെയ്യാന്നേ ഉള്ളൂ, മൂവ് ചെയ്യാൻ പറ്റില്ല. കാരണം അതും എല്ലാം സെപ്പറേറ്റ് റെൻഡറുകളാണ്, അത് നമ്മൾ കൂട്ടി യോജിപ്പിച്ചേക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ആ ഒരു റൂമിലെ ആണെങ്കിലും നമ്മൾ സെപ്പറേറ്റ് റെൻഡർ ചെയ്തിട്ട് ഇതിലേക്ക് യോജിപ്പിച്ചെടുത്തതാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുമെന്നൊക്കെയുള്ളത് നമുക്ക് കാണാം ഈ വീഡിയോയിൽ. ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ D5 വന്നിട്ട് D5 കണ്ട ഇതാണ് ആ ഒരു എന്താ പറയുക ഒരു മോഡൽ നിങ്ങൾ കാണുന്നത്. എൻ്റെ കിച്ചനും കാറിലൊക്കെ ഉണ്ട്. ഇതിനെ ഞാനൊരു സീൻ സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ലിവിങ് റൂമും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പം ഞാൻ ഇവിടെ ലിവിങ് റൂമിൻ്റെ ഈ ഒരു മധ്യഭാഗത്ത് വന്നിട്ട് സെൻറ്ററിൽ വന്നിട്ട് ഞാൻ എന്ത് ചെയ്തേ, നമ്മുടെ റെൻഡറിൽ പോയിട്ട് ഇവിടെ പനോരമ എന്നുള്ള ഓപ്ഷൻ കണ്ടോ താഴെ, ഇമേജ് അല്ല പനോരമ. ഈ പനോരമ എടുക്കുക, എന്നിട്ട് 8K ഇടുക. അതുകൂടാതെ നമുക്ക് ഒരു JPG ഫോർമാറ്റും കൂടി വേണം. നമുക്കിവിടെ കൂടുതൽ ഫോർമാറ്റ് ഇടാൻ വേണ്ടി ഇവിടെ മെനുവിൽ പോയിട്ട് പ്രിഫറൻസ് ഞെക്കുക. ഈ വിഡ്ജറ്റിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കണ്ടോ അഡ്വാൻസ്ഡ് ഇമേജ് റെൻഡറിങ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സപ്പോർട്ട് മോർ ഔട്ട്പുട്ട് ഫോർമാറ്റ്, അതങ്ങ് ഓണാക്കി കൊടുക്കുക. ഓട്ടോമാറ്റിക്കലി ഇവിടെ ഫോർമാറ്റിന് ഓപ്ഷൻ വന്നു കണ്ടോ, ഓണാക്കി കൊടുക്കുക. എന്നിട്ട് അതിൽ നമുക്ക് JPG ഇടാം. ഓക്കെ, 8K JPG ഇടാം. ഞാൻ 8K JPG ഇടാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു 360 ഡിഗ്രി ഉള്ള ഈ ഒരു ഇമേജ് നമുക്ക് എവിടെയെങ്കിലും വ്യൂ ചെയ്യാനെങ്കിൽ അതിനൊരു പ്ലാറ്റ്ഫോം വേണം. നമുക്കൊരിക്കലും നമ്മുടെ ഫോണിലോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിലോ വ്യൂ ചെയ്യാൻ പറ്റില്ല. പറ്റും, ഏതെങ്കിലും ഒരു ആപ്പ് വെച്ചിട്ടോ സോഫ്റ്റ്വെയർ വെച്ചിട്ടോ പറ്റും. അല്ലാതെ നമുക്കൊരു ക്ലയൻറ്റിന് കൊടുക്കണമെങ്കിൽ ഈ ഒരു ഫോട്ടോ അയച്ചെടുത്ത് നോക്കിക്കൊള്ളാൻ പറഞ്ഞ ക്ലയൻറ്റൊന്നും കാണാൻ പറ്റില്ല. അതായത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതേമാതിരി ഒരു ഡിസ്റ്റോർഡ് ആയിട്ടുള്ളൊരു ഇമേജാണ് നമുക്ക് റെൻഡർ ചെയ്ത് കിട്ടുന്നത്. കണ്ടോ, ഇത് പിന്നെ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. എന്താ നോക്കിക്കഴിഞ്ഞാൽ ഈ സോഫയൊക്കെ കണ്ടു ഡിസ്റ്റോർഡ് ആയിരിക്കുന്നത്, ഇങ്ങനത്തെ ഫോട്ടോ കിട്ടുക. അപ്പോൾ ഒരു 360 ഡിഗ്രി ഫോട്ടോ വ്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്, സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താ കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും വല്ല ഫോണിൽ ഏതെങ്കിലും ആപ്പ് എടുത്ത് നോക്കിയാൽ പോരെ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലാണെങ്കിൽ ഓൺലൈനിൽ വല്ല ഇട്ട് നോക്കിയാൽ പോരെ, അങ്ങനെ മതി. പക്ഷേ അതല്ല, നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു ക്ലയൻറ്റിന് കൊടുക്കുക നമ്മുടെ വർക്ക്. ഈ ഒരു ലിവിങ് റൂമിൻ്റെ 360 ഡിഗ്രി ഉള്ള ഒരു റെൻഡർ ക്ലയൻറ്റിന് കൊടുക്കുമ്പോൾ ക്ലയൻറ്റിനോട് നമുക്ക് പറയാൻ പറ്റില്ല ഇന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോട്ടോ കാണാൻ പറ്റില്ലല്ലോ. നമ്മളെപ്പോഴും ഏറ്റവും സിമ്പിളായിട്ട് നമ്മുടെ വർക്ക് എങ്ങനെ ക്ലയൻറ്റിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളത് നോക്കട്ടെ. അപ്പോൾ ഒരു ലിങ്ക് ആയിട്ട് നമ്മൾ അയച്ചു കൊടുത്ത് ലിങ്കിൽ കയറി കഴിഞ്ഞാൽ മതി, കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമ്മൾ ആ രീതിയിലേക്കാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഈ ലിവിങ് റൂമിൻ്റെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ റെൻഡർ എടുത്തു.
പനോരമ ഇട്ട് 8K ഇട്ട് ഫോർമാറ്റ് ഞാൻ JPG ആക്കി. എങ്ങനെ JPG ആക്കി? ഞാനിവിടെ പോയിട്ട് പ്രിഫറൻസിൽ വിഡ്ജറ്റ് വന്നിട്ട് അഡ്വാൻസ്ഡ് ഇമേജ് റെൻഡറിങ് എന്നുള്ള ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫോർമാറ്റ് സെറ്റ് ചെയ്യും. അങ്ങനെ റെൻഡർ ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ലിവിങ് റൂമിൻ്റെ ഒറ്റ റെൻഡർ മതി കേട്ടോ. അതായത് ഈ ലിവിങ് റൂമിൻ്റെ ഒരു ഷോട്ട് മതി. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഞാൻ എടുക്കുന്നതായിരിക്കും. എനിക്കിങ്ങനെ ചുറ്റും ഉള്ള ഒരു ഷോട്ട് കിട്ടും, മുകളിലും താഴെയൊക്കെ ആയിട്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ നേരെ ഈ ഡൈനിങ്ങിലേക്ക് വന്നിട്ട് ഇവിടുത്തെ ഒരു 360 എടുത്തു. മനസ്സിലായില്ലേ? അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ കറങ്ങിക്കഴിഞ്ഞാൽ എന്താ കാണുന്നുണ്ടോ, മുകളിലേക്ക് എന്തൊക്കെയുണ്ടോ താഴെ എന്തൊക്കെയുണ്ടോ അതെല്ലാം ആ ഷോട്ടിൽ കിട്ടും. പിന്നെ അതുപോലെ തന്നെ കിച്ചണിൻ്റെ ഞാൻ നടുക്ക് പോയി നിന്നിട്ട് അതിൻ്റെയും ഒരു ഷോട്ട് എടുത്തു. അപ്പോൾ ഇങ്ങനെ ചുറ്റും കിച്ചണിൽ നടുക്ക് നിന്ന് കഴിഞ്ഞിട്ട് എന്താ കാണുന്നുണ്ടോ അതെല്ലാം ആ ഷോട്ടിൽ വരും. അങ്ങനെ ഞാൻ ഒരു 3-4 ഷോട്ട് എടുത്തു. അതായത് ഇപ്പോൾ ഈ ഒരു ഇവിടെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ലിവിങ് റൂമുണ്ട്, ഫോർമൽ ലിവിങ്. ഇപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ നിന്നിട്ടും ഇങ്ങനെ ഒരു ഷോട്ട് എടുത്തു. അപ്പോൾ അങ്ങനെ എടുത്ത ഫോട്ടോകളാണ് ഇവിടെ കാണുന്നത്. കണ്ടോ? ഇപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ കാണിച്ച ലിവിങ് റൂമിൻ്റെ ഒരു ഫോട്ടോ, പിന്നെ നമ്മുടെ ഉണ്ടോ കിച്ചണിൻ്റെ അകത്തുള്ള ഫോട്ടോ, പിന്നെ നമ്മുടെ കോർട്ട് യാർഡിൻ്റെ ഒരു ഫോട്ടോ, പിന്നെ നമ്മുടെ ഡൈനിങ്ങിൻ്റെ ഒരു ഫോട്ടോ, ഡൈനിങ് അവിടെ നിന്ന് പ്രത്യേകം വാഷിൻ്റെയൊക്കെ ഉള്ളൊരു ഫോട്ടോ, പിന്നെ നമ്മുടെ അകത്തുള്ളൊരു ഫോട്ടോ, ഫോർമൽ ലിവിങ്ങിനകത്തുള്ള ഫോട്ടോ. ഇത്രയും സാധനം ഞാൻ എടുത്തു. അപ്പോൾ ഒരു 4-5 ഷോട്ട് എടുത്തു. അത് ഇതുപോലെ നമുക്ക് ഒരു വീടിൻ്റെ ഏത് മുറി വേണമെങ്കിലും എടുക്കാം. നിങ്ങൾക്ക് ആകെ അറിയേണ്ടത് അത് സെറ്റ് ചെയ്യാൻ മാത്രമാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ ഒരു വാതിലുണ്ടല്ലോ, നമ്മളിവിടെ ഒരു വാതിലുണ്ട്. ഈ വാതിൽ ബെഡ്റൂമിലേക്കുള്ളതാണെങ്കിൽ ആ ബെഡ്റൂമിൻ്റെ മോഡൽ നിങ്ങൾ D5 ഓണാക്കുക, അതിൻ്റെ നടുക്ക് എന്നിട്ട് 360 എടുക്കുക. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള പണികൾ ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ ഫോട്ടോ എല്ലാം റെഡി ആയി കഴിഞ്ഞാൽ നേരെ ഗൂഗിളിൽ പോയിട്ട് ഇതുപോലെ മാഴ്സി പനോ എന്ന് സെർച്ച് ചെയ്യുക. മാഴ്സി പനോ അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു വെബ്സൈറ്റ് വരും, അതൊന്ന് ക്ലിയർ ആവും. ഇതൊരു 360 ഡിഗ്രി മീഡിയ വ്യൂവർ ഫോർ മോഡേൺ വെബ് എന്ന് പറയും. അതായത് നമുക്ക് മൊബൈലിലും മറ്റു ഫോണിലും കമ്പ്യൂട്ടറിലൊക്കെ ഈ വെബ് ഓൺലൈൻ നെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് 360 ഡിഗ്രി ആയിട്ടുള്ള ഫോട്ടോകൾ കാണാൻ പറ്റും. അപ്പോൾ അതിന് നമുക്ക് ആദ്യം തന്നെ ഈ മാഴ്സി പനോ ടൂൾ എന്നുള്ള സാധനം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവരൊരു ഇതിലേക്ക് പോയി സ്റ്റാർട്ട് കൊടുക്കുക. അവർ പറയും നിങ്ങളുടെ ഫോട്ടോകൾ ആഡ് ചെയ്യാൻ പറയും, റെൻഡർ ചെയ്ത്. അപ്പോൾ ഞാൻ സെലക്ട് ഫയൽ കൊടുക്കുന്നു. ഞാൻ എൻ്റെ റെൻഡറുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ആദ്യം തന്നെ ലിവിങ് റൂമിൻ്റെ 1, കിച്ചണിൻ്റെ 1, പിന്നെ എന്താണ് കോർട്ട് യാർഡിൻ്റെ 1, ഡൈനിങ്ങിൻ്റെ 1, പിന്നെ ഡൈനിങ്ങിൻ്റെ നമുക്ക് ഇതെടുക്കാം. ഈ സെലക്ട് ആയില്ലല്ലേ? ലിവിങ് റൂം, കിച്ചൺ, കോർട്ട് യാർഡ്, ഡൈനിങ്. ഓക്കെ, പിന്നെ നമ്മുടെ ഫോർമൽ ലിവിങ്. ഓക്കെ, ഫോർമൽ ലിവിങ്. അങ്ങനെ ഒരു 1, 2, 5 ഫോട്ടോ ഞാൻ ഓപ്പൺ കൊടുക്കുന്നു. അതുകൂടെ പ്രോസസ്സിങ് വരും. അപ്പോൾ ഞാൻ എന്നിട്ട് ആദ്യം തന്നെ ഇതിപ്പോൾ ഓട്ടോ റൊട്ടേറ്റ് ഇതാണ്. ഇവിടെ ഓട്ടോ റൊട്ടേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ നമുക്ക് ഓഫ് ചെയ്താണെങ്കിൽ ഓഫ് ചെയ്തിടാം. ഓണാക്കിയിട്ടാൽ നല്ല കാര്യം. കൺട്രോൾ ബട്ടണൊക്കെ ഓണാക്കിയിടുക, ഫുൾ സ്ക്രീൻ ബട്ടനും ഓണാക്കിയിടുക. ഓക്കെ, QTVR ഒന്നും ചെയ്യേണ്ട, ഡ്രാഗ് പോയി നമുക്ക് ഡ്രാഗ് ചെയ്ത് കാണാമെന്നുള്ള ഭാഗത്തിന് വെക്കാം. എന്നിട്ട് ഞാൻ ആ സീൻ്റെ പേര് ഫസ്റ്റ് വൺ ലിവിങ് റൂം ആണല്ലോ, ഞാനിവിടെ ലിവിങ് റൂം എന്നടിച്ചു കൊടുക്കും. ഓക്കെ, രണ്ടാമതുള്ളത് കിച്ചണാണ്. അപ്പം ഞാൻ അതിന് കിച്ചൺ എന്ന് അടിച്ചു കൊടുക്കും. കിച്ചൺ. മൂന്നാമത്തെ ഏതാ ലോഡാവുന്നുള്ളൂ? മൂന്നാമത്തത് നോക്കട്ടെ. മൂന്നാമത്തത് കോർട്ട് യാർഡാണ്. അപ്പോൾ ഇതേ കോർട്ട് യാർഡ്. അത് നമുക്ക് ഓർഡറൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇവിടെ ഈ ഒരു സ്ഥാനത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ മാറ്റിയൊക്കെ ഇടാം. ഞാൻ അതപ്പോൾ ഓർഡർ കുഴപ്പമില്ല. ഇനി ഇതെനിക്ക് തോന്നുന്നത് നമ്മുടെ ഡൈനിങ് ആയിരിക്കും. ഞാൻ ഡൈനിങ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, അതുപോലെ ഇത് ലാസ്റ്റത്തെ ഫോർമൽ ലിവിങ് ആണ്. അതും കൊടുക്കുന്നു, ഫോർമൽ ലിവിങ്. ഇത് പ്രോസസ്സായി പറ്റും തന്നെ, അത് ഓട്ടോമാറ്റിക്കലി ആയിക്കോളും. മനസ്സിലായില്ലേ? ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇത് എനിക്കിപ്പോൾ ഇതിൽ കാണാൻ പറ്റും, പക്ഷെ ഇത് നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ആദ്യം തന്നെ ഞാൻ അതിനെ ഇനീഷ്യൽ വ്യൂ, അതായത് ഈ ഒരു വ്യൂവിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം കാണേണ്ടത് എന്താണ്? ഞാൻ പറയുന്നത് എൻ്റെ ഈ TVൻ്റെ ഈ ഒരു ഷോട്ടാണ് ആദ്യം കാണേണ്ടത്. ഇവിടെ ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് ഞാനിവിടെ സെറ്റ് ഇനീഷ്യൽ വ്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. ഓക്കെ, ഇങ്ങോട്ട് എടുക്കുക, സെറ്റ് ഇനീഷ്യൽ വ്യൂ. ഇനി ഈ ഷോട്ട് ഞാൻ ഇപ്പോൾ എടുത്താൽ ഈ TVൻ്റെ ഇതിലേ കാണുള്ളൂ, പിന്നെ എനിക്ക് തിരിച്ചാലേ ബാക്കി കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി എനിക്ക് ഇവിടെ നിന്ന് എന്താ കാണുന്നുണ്ട് നിങ്ങൾ നോക്കാം. കിച്ചൺ കാണാം, ഡൈനിങ് കാണാം, ഫോർമൽ ലിവിങ്ങിൻ്റെ എൻട്രി കാണാം, കോർട്ട് യാർഡ് കാണാം. അതെല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, തൽക്കാലം ഞാൻ ഈ ഓട്ടോ റേറ്റ് ഒന്ന് ഓഫ് ചെയ്യണേ. ഞാനിവിടെ ഈ ഹോട്ട്സ്പോട്ട് എന്ന ഓപ്ഷൻ കണ്ടോ, ഹോട്ട്സ്പോട്ട് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ഹോട്ട്സ്പോട്ട് വന്നു. അവർ ചോദിക്കണേ ഏതാണ് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ ഡൈനിങ് എന്നുള്ള ഓപ്ഷൻ ഡ്രോപ്പ് ഡൗണിൽ നിന്ന് എടുക്കുന്നു. എന്നിട്ട് പുറത്തുനിന്ന് ഇതൊന്ന് ക്ലോസ് ചെയ്തോളെ. ഇതിനെനിക്ക് വേണമെങ്കിൽ മൂവ് ചെയ്ത് ഇങ്ങനെ വെക്കാം, മൂവ് ചെയ്ത്. പിന്നെ ഇത് തന്നെ എനിക്ക് ആരോ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യൊക്കെ വെക്കാം. ഓക്കെ, അത്രയും ചെയ്തു. എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കൊടുക്കാം. അത് വേണ്ട, നമുക്ക് ഡൈനിങ് സെറ്റ് ചെയ്ത്. ഓക്കെ, ഞാൻ ഇങ്ങോട്ട് തിരിച്ചിട്ട് ഞാൻ ഒരു ഹോട്ട്സ്പോട്ട് ലിങ്ക് ഹോട്ട്സ്പോട്ട് കൊടുക്കുന്നു.
ഇതിന് ഞാൻ മൂവ് ചെയ്ത് കിച്ചണിൻ്റെ അങ്ങോട്ട് വെച്ചിട്ട് ഞാൻ കിച്ചണാന്ന് കൊടുക്കുന്നു. ഇതിനെ വേണമെങ്കിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കാം. ഓക്കെ, ക്ലോസ് ചെയ്യുക. ഇങ്ങോട്ട് തിരിക്കുന്നു. എൻ്റെ കോർട്ട്യാർഡിനെ ഞാൻ ഇങ്ങനെ താഴത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഇങ്ങോട്ട് ആരോ മാർക്ക് ഇടുന്നു. ഇങ്ങനെ ഇടാം. കോർട്ട്യാർഡിന് കൊടുക്കുന്നു. ഓക്കെ, അതും ക്ലോസ് ചെയ്യുക. പിന്നെന്താ വേണ്ടേ? ഫോർമൽ ലിവിങ്. ഞാൻ അവിടെ ഇങ്ങനെ അതിനെടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് ഫോർമൽ ലിവിങ് ഓപ്ഷൻ കൊടുക്കുന്നു, ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം ഇത്ര ആയില്ലേ? ഇനിയിപ്പോൾ ഞാനിപ്പോൾ ലിവിങ്ങിൽ വന്നിട്ടുള്ള കാര്യമാണ്. ഞാൻ എനിക്ക് അതുപോലെ തന്നെ കിച്ചണിൽ പോകും. കിച്ചൺ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിച്ചൻ്റെ അകത്തേക്ക് പോകും. വരട്ടെ, കിച്ചണിലേക്ക് പോട്ടെ. പോണല്ലോ, കിച്ചണിലേക്ക് എത്തി. കിച്ചണിൽ വന്നു കഴിഞ്ഞാലുള്ള ഇനീഷ്യൽ വ്യൂ ഞാൻ സെറ്റ് ചെയ്യണം. ഞാൻ ഈ ഒരു ആംഗിളിൽ ഈ സെറ്റ് ഇനീഷ്യൽ വ്യൂ കൊടുക്കുന്നു. എന്നിട്ട് ഞാനിവിടെ തിരിച്ചിട്ട് ഞാൻ പറയുകയാണ് ലിങ്ക് ഹോട്ട്സ്പോട്ട് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഞാൻ റൊട്ടേറ്റ് ചെയ്തിട്ട് പറയുന്നു ഇത് ലിവിങ് റൂം. ഞാനിവിടെ ഒരു ലിങ്ക് ഹോട്ട്സ്പോട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഞാനിവിടെ സെറ്റ് ചെയ്യുന്നു ഇവിടെ ഡൈനിങ്. ഇനി ഇവിടെ ഞാൻ ഒരു ലിങ്ക് ഹോട്ട്സ്പോട്ട് കൊടുത്തിട്ട് ഞാനിവിടെ സെറ്റ് ചെയ്യുന്നു കോർട്ട്യാർഡ്. ഓക്കെ, അപ്പോൾ അതായില്ലേ? ലിവിങ് റൂം ഫോർമൽ ലിവിങ്ങിലേക്ക് പോകണമെങ്കിൽ അതും വെക്കാം. ഞാനിവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഈ ആരോ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ ഫോർമൽ ലിവിങ് എന്ന് കൊടുക്കുന്നു, ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ കിച്ചണിൽ നിന്ന് എനിക്ക് അങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാനുള്ള ആരോകളായി. ഞാൻ എൻ്റെ കോർട്ട്യാർഡിൽ വന്നിട്ട് കോർട്ട്യാർഡ് ഇനീഷ്യൽ വ്യൂ എന്ത് വേണം? ഞാനിപ്പോൾ ഇങ്ങനെ ഇനീഷ്യൽ സെറ്റ് ചെയ്യുന്നു. ഇനി ഇവിടെ നിന്നിട്ട് അങ്ങോട്ടേക്കും പോകാനുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യുക. ഇതേപോലെ ഞാനിവിടെ ലിങ്ക് ഹോട്ട്സ്പോട്ട് നേരെ കിച്ചൺ, അതുപോലെ ഇവിടെ ഒരു ലിങ്ക് ഹോട്ട്സ്പോട്ട് എൻ്റെ ഡൈനിങ്ങിലേക്ക് പോകാൻ ഡൈനിങ് സെറ്റ് ചെയ്യുക. അതുപോലെ ഇവിടെ ലിങ്ക് ഹോട്ട്സ്പോട്ട് എൻ്റെ ലിവിങ് റൂമിലേക്ക് പോകാനായിട്ട്. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഓരോ, അതായത് പിന്നെ ഫോർമൽ ലിവിങ്ങിൽ പോകാനായിട്ട് തൽക്കാലം വെക്കണ്ട, പോട്ടെ. ഡൈനിങ് വന്നിട്ടും അതുപോലെ തന്നെ ലിങ്ക് ഹോട്ട്സ്പോട്ട് കൊടുക്കുക. അല്ല, ലിങ്ക് ഹോട്ട്സ്പോട്ട് അല്ല, ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനീഷ്യൽ വ്യൂ സെറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഡൈനിങ്ങിൻ്റെ ഷോട്ട് എടുത്തിട്ട് ഇനീഷ്യൽ വ്യൂ കൊടുക്കുന്നു. എന്നിട്ട് പിന്നെ ലിങ്ക് ഹോട്ട്സ്പോട്ട് കൊടുക്കുക. നേരെ ഇവിടെ ലിവിങ്, ഇവിടെയാണെങ്കിൽ കിച്ചൺ, ക്ലോസ് ചെയ്യുക. ഇവിടെയാണെങ്കിൽ കോർട്ട്യാർഡ്, താഴേക്ക് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക കോർട്ട്യാർഡ്. പിന്നെ ഇവിടെ നമ്മുടെ ഫോർമൽ ലിവിങ്, അതിനിങ്ങനെ തിരിച്ചു കൊടുത്തിട്ട് ഫോർമൽ ലിവിങ്. ഓക്കെ, അപ്പോൾ അതും റെഡി. ഇനിയുള്ള ഫോർമൽ ലിവിങ്ങിനകത്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഇനീഷ്യൽ ഷോട്ട് കൊടുക്കണം. നമുക്കൊരു കാര്യം ചെയ്യാം, ഇങ്ങനെ തൽക്കാലം ഇങ്ങനെ ഇങ്ങനെ വയ്ക്കും. ഇതിരിക്കട്ടെ. സെറ്റ് ഇനീഷ്യൽ വ്യൂ കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് ഞാൻ ലിങ്ക് ഹോട്ട്സ്പോട്ട് കൊടുത്തിട്ട് നമുക്ക് തൽക്കാലം ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ എന്നുള്ള രീതിയിൽ ഡൈനിങ്ങിൽ നിന്ന് മാത്രമേ കൊടുക്കുന്നു. എന്നിട്ട് ബാക്കി ഡൈനിങ്ങിൽ നിന്ന് എങ്ങനെ വേണമെങ്കിലും പോകാമല്ലോ, അതിന് വേണ്ടി സെറ്റ് ചെയ്ത് ഡൈനിങ്ങും വെച്ചു. ഇത്രയും കാര്യങ്ങൾ റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം റെഡി. ഞാൻ ഓട്ടോ റൊട്ടേറ്റ് ഓൺ ആക്കി ഇടേണ്ട. ഇതിന് അറിയാത്ത ഒരാളിങ്ങനെ കയറി കഴിഞ്ഞാൽ ഇതിനെ കുറച്ച് കഴിയുമ്പോൾ തന്നെ മൂവ് ചെയ്യും. അപ്പോൾ എനിക്ക് മനസ്സിലാവും ഇത് ഒരു 360 ആണ് എന്നുള്ള കാര്യം. അതിന് വേണ്ടിയാണ്. എന്നിട്ട് ഞാൻ ഇവിടുന്ന് എക്സ്പോർട്ട് ഓപ്ഷൻ ഉണ്ടല്ലോ, അത് ഞെക്കുന്നു. ഇപ്പോൾ ഒരു സിപ്പ് ഫയൽ വരും നമുക്ക്. ഞാൻ എന്തെങ്കിലും ഒരു പേര് കുഴപ്പമില്ല, ഇത് കിടന്നോട്ടെ. ഞാനെന്താ ഒരു കാര്യം ചെയ്യാം, ഇതിന് മുന്നേ നമുക്ക് ഈ പ്രൊജക്റ്റിൻ്റെ പേരൊന്ന് മാറ്റിയേക്കാം. അപ്പോൾ അതിന് നമുക്ക് ആവശ്യമുള്ള പോലെ വരും. അപ്പോൾ യൂട്യൂബ് എന്നെല്ലാം കൊടുക്കുക, യൂട്യൂബ് 360 എന്നിടാം. ഓക്കെ, എൻ്റെ പേരെന്താ? ഇനി ഞാൻ അതിന് എക്സ്പോർട്ട് കൊടുക്കുക. അപ്പോൾ എനിക്ക് ആ പേരിൽ കിട്ടണ്ടേ യൂട്യൂബ് 360 എന്ന് പറയുന്ന ഫയൽ കിട്ടി. ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. അതിന് ഞാൻ ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നേരെ അതിനെ എക്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ച് ഫയൽസ് കാണാൻ പറ്റും. അതായത് അത് കുറച്ച് കോഡാണ്. ഇതിന് ഞാൻ അങ്ങോട്ട് എക്സ്ട്രാക്ട് ഹിയർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഒരു കാര്യം, എക്സ്ട്രാക്ട് ഹിയർ കൊടുത്തിട്ട് കാര്യമില്ല. ഇതിന് നമുക്ക് എക്സ്ട്രാക്ട് ടു ആ ഫോൾഡർ കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ഫോൾഡർ കിട്ടി. കണ്ടോ, ഇതിനകത്ത് കുറച്ച് റീഡ്മി ഉണ്ട്, ലൈസൻസ് ഉണ്ട്, ആപ്പ് ഫയൽസ് ഉണ്ട്. റീഡ്മി വായിച്ച് നോക്കിയാലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് മനസ്സിലാവണമെന്നില്ല കാര്യങ്ങൾ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് അവർ കുറേ ഫയൽസ് തന്നിട്ടുണ്ട്, നിങ്ങളത് ഡിപ്ലോയ് ചെയ്താൽ മതി എന്നൊക്കെ എഴുതിയിരിക്കണേ. നമുക്കത് നോക്കണ്ട. ഈ ആപ്പ് ഫയൽസിൽ പോവുക. അതിൽ കുറച്ച് ഫയൽസ് ഉണ്ട്, കുറച്ച് ഒരു 4 കോഡുണ്ട്, പിന്നെ ഒരു 4 ഫോൾഡർ ഉണ്ട്. അതിൽ കുറച്ച് ഇമേജും കാര്യങ്ങളൊക്കെയാണ്. ഇനി ഇതിനെ നമ്മൾ എങ്ങനെ ഒരു ഹോസ്റ്റ് ചെയ്യും? അതായത് ഇപ്പോൾ നമ്മുടെ 360 ഡിഗ്രി എന്നുള്ള ഇമേജ് ഹോസ്റ്റ് ചെയ്യാനുള്ള നമുക്ക് കോഡും കാര്യങ്ങളൊക്കെ കിട്ടി. ഇനി നമ്മളത് ഹോസ്റ്റ് ചെയ്യണം. അതായത് ഞാൻ പറഞ്ഞ പോലെ ഒരു ക്ലയൻറ്റ് നമ്മൾ കൊടുക്കുമ്പോൾ ഒരു ലിങ്ക് ആയിരിക്കും നമ്മൾ കൊടുക്കുന്ന ഏറ്റവും ബെസ്റ്റ് സംഭവം. ലിങ്ക് കയറി കഴിഞ്ഞാൽ കാണാം. അതായത് ഇപ്പോൾ ഞാനിവിടെ നേരത്തെ കാണിച്ചു തന്നെ കണ്ടോ, ഈ ഒരു ലിങ്ക് കണ്ടോ? ഈ ഒരു ലിങ്ക് നിങ്ങൾ ഏത് കമ്പ്യൂട്ടറിലോ ഫോണിലോ എന്തിനെങ്കിലും ഓപ്പൺ ആക്കിയാൽ മതി.
അത് കാണാൻ പറ്റും. ഈ ഒരു സംഭവം ഈ രീതിയിലാണ് ക്ലയൻറ്റിന് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നേരെ ഗിറ്റ്ഹബിൽ പോവാം. github.com. നിങ്ങൾക്ക് ഒരു കേട്ടിട്ടുണ്ടാവും, ഞാൻ കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് ഗിറ്റ്ഹബ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രൊജക്റ്റും നമ്മുടെ കോഡും കാറിലൊക്കെ ഓപ്പണായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. നമുക്കതുപോലെ ഗിറ്റ്ഹബ് പേജസ് ഉണ്ട്. ആ പേജിൽ നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് പോലെ നമുക്ക് ഹോസ്റ്റ് ചെയ്യാനും പറ്റും ഫ്രീ ആയിട്ട്. ആജീവനാന്ത അവിടെ കിടന്നോളും ലൈഫ് ലോ. നിങ്ങൾക്ക് ആകെ ഒരു ഇമെയിൽ ഐ ഡി വെച്ചിട്ട് ഇതിൽ നിങ്ങൾ സൈനപ്പ് ചെയ്യുക, അതിന് മാത്രം മതി. ഇവിടെ സൈനപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ചോദിക്കും, ഒരു ഇമെയിൽ ഐ ഡി കൊടുക്കുമ്പോൾ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. വളരെ സിമ്പിളാണ്, ഒന്ന് സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ആ അക്കൗണ്ടിൽ കയറുക. ഞാൻ സൈൻ ഇൻ ചെയ്ത് കാണിച്ചു തരാം. അക്കൗണ്ടിൽ കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം കാണാം. ഇങ്ങനെ ആയിരിക്കില്ല നിങ്ങൾ കാണാൻ പോകുന്നത് മിക്കവാറും, എന്നാലും കുഴപ്പമില്ല. ഈ ഒരു പേജിലേക്ക് നിങ്ങൾ വരും. ആ ഒരു പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹോം എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ നോക്കേണ്ടത് ഇവിടെ ന്യൂ എന്നുള്ള ഓപ്ഷൻ കാണാം. ആ ന്യൂവിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂവിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ റെപ്പോസിറ്ററി നെയിം, അതായത് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ പേരിടേണ്ടത് അതാണ് ചോദിക്കുന്നത്. ഞാനിപ്പോൾ തൽക്കാലം ഇതിലും കൊടുക്കുന്നു YouTube 360 എന്ന് കൊടുക്കുക. അവൈലബിൾ ആണോന്നറിയില്ല. YouTube 360 അവൈലബിൾ ആണോ? അതെ, ഓക്കെ, അങ്ങനെ കൊടുക്കും. വേറെ കാര്യങ്ങളൊന്നും നോക്കണ്ട, നേരെ ക്രിയേറ്റ് റെപ്പോസിറ്ററി എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനത്തെ ഒരു പേജിലേക്ക് വരും. ക്രിയേറ്റ് റെപ്പോസിറ്ററി അടിച്ച് കഴിയുമ്പോൾ YouTube 360 എന്ന് പറഞ്ഞ പേജ് വന്നു. ഇതിനകത്ത് ഈ അപ്ലോഡ് ആൻ എക്സിസ്റ്റിംഗ് ഫയൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, ചെറുതായിട്ട് കിടക്കുന്നത്, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇങ്ങനെ ഒരു ചൂസ് ചെയ്യാൻ വേണ്ട ഫയൽ, നമ്മൾ നേരത്തെ ഈ മാർസിപ്പനോ എന്നുള്ള വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയ ആ ഫയൽസിലെ 4 കോഡിൻ്റെ ഫയൽ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ചൂസ് യുവർ ഫയൽസ് കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ ഇതിൽ പോയിട്ട് ആപ്പ് ഫയൽസിൽ കയറിയിട്ട് കണ്ട ഈ ഒരു 4 കോഡ് ഉണ്ടല്ലോ, ഇത് മാത്രം കൊടുക്കുക, ബാക്കിയൊന്നും കൊടുക്കരുത്, ഇത് മാത്രം കൊടുക്കുക. അപ്പോൾ ഇതിൽ അപ്ലോഡിങ് വരും. അങ്ങനെ അത് അപ്ലോഡായി കഴിഞ്ഞ് കഴിയുമ്പോൾ നേരെ താഴെ കമ്മിറ്റ് ചേഞ്ചസ് കൊടുക്കുക. ഈ കമ്മിറ്റ് ചേഞ്ചസ് അടിക്കുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത കോഡെല്ലാം ഇതിലേക്ക് കയറി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ബാക്കിയുള്ള 3 ഫോൾഡർ ആഡ് ചെയ്യണം. നമ്മുടെ ഈ ഒരു ഗിറ്റ്ഹബിൽ നമുക്ക് അത് ശരിക്കും ആ ഫോൾഡർ എന്ന് പറഞ്ഞാൽ 1000 എത്രയോ ഫയൽസ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ നമുക്കത് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗിറ്റ്ഹബിൻ്റെ തന്നെ ഗിറ്റ്ഹബ് ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഒരു സോഫ്റ്റ്വെയർ. ഞാൻ കാണിച്ചു തരാം. ഗിറ്റ്ഹബ് ഡെസ്ക്ടോപ്പ്, അതെ, ഇത് ഞങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഈ ഒരു ലിങ്കിൽ കയറാം, ഡൗൺലോഡ് ചെയ്ത് ഫ്രീ ആണ്. ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗിറ്റ്ഹബ് ഡെസ്ക്ടോപ്പ് എന്നൊരു സംഭവം കിട്ടും. ഇതിൽ നിങ്ങൾ കയറുമ്പോൾ തന്നെ സൈൻ ഇൻ ചെയ്യാനൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ആ ഇമെയിൽ ഐ ഡി വെച്ച് സൈൻ ഇൻ ചെയ്യുക. എന്നിട്ട് നിങ്ങളിവിടെ ഫയലിൽ പോയിട്ട് ക്ലോൺ റെപ്പോസിറ്ററി എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഫയലിൽ ക്ലോൺ റെപ്പോസിറ്ററി ക്ലോൺ ചെയ്ത് കഴിയുമ്പോൾ അവർ നമ്മുടെ ഈ ഗിറ്റ്ഹബിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു റെപ്പോസിറ്ററി എന്ന് പറയുന്ന സംഭവം YouTube 360 എന്ന് പറയുന്ന സംഭവമൊക്കെ അവിടെ കാണിക്കും. ഇപ്പോൾ ഞാൻ ഇതിൽ ഇങ്ങനെ കണ്ട YouTube 360 കിടപ്പുണ്ട്. ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അവരൊരു എവിടെ സേവ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കുക, കാര്യം ഇത് ഓർത്ത് വയ്ക്കണം എവിടെയോ സേവ് അയക്കണമെന്ന്. ആ സേവിൻ്റെ പാത്തിലേക്ക് നേരെ ക്ലോൺ ചെയ്യുക. ഇപ്പം നിങ്ങൾ അവിടെ അപ്ലോഡ് ചെയ്ത ഫയലെല്ലാം നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് വന്നു. ഓക്കെ, ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ബാക്കിയുള്ള ആ ഫയൽ ഉണ്ടല്ലോ, അതായത് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്ത YouTube 360 എന്ന് പറഞ്ഞ ഈ ഫോൾഡറിനകത്തുള്ള ബാക്കിയുള്ള 3 ഫോൾഡർ കോപ്പി ചെയ്യുക. എന്നിട്ട് ഇപ്പം നമ്മൾ ഈ ഗിറ്റ്ഹബ് ഡെസ്ക്ടോപ്പിനകത്ത് അത് സേവ് ചെയ്ത ആ ലൊക്കേഷനിലേക്ക് പോവുക. അതെവിടെയാണ് നിങ്ങൾക്ക് ഓർത്ത് വെക്കണം എന്ന് പറഞ്ഞത്, അത് നിങ്ങൾ നേരെ എവിടെയാണോ സേവ് ചെയ്ത് അവിടേക്ക് പോവുക. ഞാനിപ്പോൾ C ഡ്രൈവിൽ ഞാൻ ഈ യൂസേഴ്സിലൊക്കെയാണ് സേവ് ചെയ്തിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ട് എടുക്കുന്നു. എൻ്റെ ഗിറ്റ്ഹബിനകത്ത് യൂട്യൂബ് ഇപ്പോൾ ഓൾറെഡി ഇവിടെ YouTube 360 എന്ന് പറഞ്ഞൊരു ഫോൾഡർ വന്നിട്ടുണ്ട്. അതിനകത്ത് പോയിട്ട് ഞാൻ നേരെ കോപ്പി ചെയ്യുന്നു. ഞാൻ കോപ്പി ചെയ്തു. ഓക്കെ, അത് കോപ്പി ചെയ്യണം. 3 ഫോൾഡർ ഇവിടെ വന്നു. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ കണ്ട നമ്മുടെ ഗിറ്റ്ഹബ് ഡെസ്ക്ടോപ്പിനകത്ത് അതെല്ലാം അപ്ലോഡായി. ഞാനിവിടെ സമ്മറിയിൽ വെറുതെ ഇമേജസ് എന്നെല്ലാം കൊടുത്തിട്ട് കമ്മിറ്റ് ടു മെയിൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. ഓക്കെ, ഇത് ഈ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം, ഇല്ലെങ്കിൽ അത് തെറ്റിപ്പോവും, ശ്രദ്ധിക്കുക. കമ്മിറ്റ് മെയിൻ കൊടുക്കുക. കമ്മിറ്റ് ചെയ്തപ്പോൾ ഇതെല്ലാം അങ്ങോട്ട് ആഡ് ആയിട്ടുണ്ട്. ഞാൻ ഈ പുഷ് ഒറിജിൻ എന്നുള്ളൊരു ബട്ടൺ വന്നു കഴിയുമ്പോൾ അതും ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഓൺലൈനിലുള്ള അക്കൗണ്ടിലേക്ക് ഇതങ്ങ് അപ്ലോഡ് ആവും. ഓക്കെ, ഇവിടെ മുകളിൽ കണ്ടോ റൈറ്റിംഗ് ഒബ്ജക്ട്സ് കാണിക്കാനുണ്ടോ?
അതിലേക്ക് അപ്ലോഡ് ആകും. അപ്പോൾ ഇതിലേക്ക് അപ്ലോഡ് ആയി കഴിയുമ്പോൾ പിന്നെ നമ്മുടെ സംഭവം റെഡിയായി, അപ്ലോഡ് ആയാൽ മതി. അത് അപ്ലോഡ് ആയി കഴിയുമ്പോൾ നമ്മൾ ഒരു വെബ്സൈറ്റ് കിട്ടുന്ന രീതിയിലേക്ക് മാറും, വെബ്സൈറ്റിൽ ഉണ്ടാക്കിയ രീതിയിലേക്ക് മാറും. ഞാൻ കാണിച്ചു തരാം. ഇതൊന്ന് കംപ്ലീറ്റ് ആയിക്കോട്ടെ. നെറ്റ് എനിക്കുള്ളതുകൊണ്ട് സ്പീഡ് പെട്ടെന്ന് ആവുന്നുണ്ട്, കുഴപ്പമില്ല. ഇതെല്ലാം ഇമേജസ് ആണ്. നമ്മുടെ 360 ഡിഗ്രി ഉള്ള അതിനെ അവർ കുറേ കുഞ്ഞു ഇമേജാക്കി മാറ്റിയേക്കുക. കാരണം അതങ്ങ് അപ്ലോഡായി. ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ നെറ്റിലുള്ള ഗിറ്റ്ഹബിൻ്റെ ഈ ഒരു പേജിലേക്ക് ഒന്ന് റീലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വന്നു ഇമേജ് ടൈൽസ് വെൻഡർ. കണ്ട, നമ്മളിപ്പോൾ ആഡ് ചെയ്ത ആ 3 ഫോൾഡർ ഇവിടെ വന്നു. ഇനി നിങ്ങൾ സെറ്റിങ്സിൽ പോയിട്ട് ഇവിടെ പേജസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, പേജസിൽ പോവുക. ഇവിടെ ബ്രാഞ്ച് എന്നുള്ളതിൽ നണ്ണ് മാറ്റി മെയിൻ എന്ന് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് സേവ് കൊടുക്കുക. ഇപ്പം എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു വെബ്സൈറ്റ് ഹോസ്റ്റായി ഗിറ്റ്ഹബിനകത്ത്. നമ്മളൊന്ന് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് റീലോഡ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഒരു ലിങ്ക് കിട്ടും. ഈ സെറ്റിങ്സിൽ ഈ പേജസിനകത്ത് ലിങ്ക് കിട്ടും. ഞാനൊന്ന് റീലോഡ് ചെയ്ത് നോക്കട്ടെ, വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. കാരണം നമ്മൾ അടിച്ച കോഡും നമ്മൾ കോപ്പി ചെയ്തിട്ട കോഡും നമ്മൾ കോപ്പി ചെയ്ത് കൊടുത്ത ഫയൽസും എല്ലാം അവർ ഈ ഗിറ്റ്ഹബ് തന്നെ സ്വയം നോക്കിയിട്ട് അത് വെരിഫൈ ചെയ്ത് അതിനൊരു വെബ്സൈറ്റ് രൂപത്തിലേക്ക് മാറ്റും ഓട്ടോമാറ്റിക്കലി. ഏറ്റവും സിമ്പിൾ ടേംസിൽ ഞാൻ പറയുകയാണ്, അതാണ് സംഭവിക്കുക. അപ്പോൾ നമ്മൾ ഞാൻ റീലോഡ് ചെയ്ത് നോക്കട്ടെ, ഒന്നും വന്നിട്ടില്ല. കുറച്ച് നേരം എടുക്കും, അത് ഒരു 1-2 മിനിറ്റ് എടുക്കും അത് വരാനായിട്ട്. അത് വന്നു കഴിഞ്ഞാൽ ലിങ്ക് ആണ്. ആ ലിങ്ക് നേരെ നിങ്ങൾക്ക് ഓപ്പൺ ആക്കാം, ക്ലയൻറ്റിന് അയച്ചു കൊടുക്കുക, എന്തുവേണമെങ്കിലും ചെയ്യാം. അത്രയും എളുപ്പമുള്ളൂ. റീലോഡ് ചെയ്ത് നോക്കാൻ വന്നിട്ടില്ല, 1-2 മിനിറ്റ് എടുക്കും അത്. എന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട പോലെ ഇവിടെ ഈ കാണുന്ന പോലത്തെ ഒരു സംഭവം നമുക്ക് ഇവിടെ പുതിയതായിട്ട് ഇപ്പം ഉണ്ടാക്കി കിട്ടും. റീലോഡ് ചെയ്ത് നോക്കാം, വന്നു. കണ്ട, യുവർ സൈറ്റ് ഈസ് ലൈവ് എന്ന് എഴുതി കാണിച്ചു. ലാസ്റ്റ് ഡിപ്ലോയിഡ് ബൈ എൻ്റെ അക്കൗണ്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു ലിങ്കും ഉണ്ട്. ഈ ലിങ്ക് നിങ്ങൾ വേണമെങ്കിൽ കോപ്പി ചെയ്ത് വെച്ചോ. എന്നിട്ട് ഇത് വിസിറ്റ് സൈറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. നമ്മുടെ നേരെ കണ്ടോ ആ 360 വന്ന് ഇവിടെ ലിവിങ് റൂം, കിച്ചൺ, കോർട്ട്യാർഡ്, ഡൈനിങ് എല്ലാം കാണാം. എനിക്കിതിന് ഇങ്ങനെ കറക്കി അടിച്ച് ഇങ്ങനെ കാണാം. നമ്മൾ സെറ്റ് ചെയ്ത പോലെ കണ്ട കിച്ചൺ ഉണ്ട്, ഡൈനിങ് ഉണ്ട്, ഫോർമൽ ലിവിങ് ഉണ്ട്, കോർട്ട്യാർഡ് ഉണ്ട്. ഞാൻ കിച്ചണിലേക്ക് പോകണമെങ്കിൽ കിച്ചണിലേക്ക് ഇത് ക്ലിക്ക് ചെയ്യുക. കിച്ചണിൽ ഞാൻ സെറ്റ് ചെയ്ത ഇനീഷ്യൽ വ്യൂ കാണാം. വേണ്ട, എനിക്കിങ്ങനെ കറക്കി നോക്കി കാണാം. തിരിച്ച് ഡൈനിങ് കോർട്ട്യാർഡിലേക്കോ ഡൈനിങ്ങിലേക്ക് പോവാം. കണ്ടോ, നമ്മളിത് ഡൈനിങ്ങിൽ വന്നു. ഡൈനിങ്ങിൽ നിന്ന് ആരോ മാർക്കുണ്ട്. കിച്ചൺ വേണോ, ലിവിങ് വേണോ, കോർട്ട്യാർഡിൽ പോകുന്നോ, അതോ ഇവിടെ ഫോർമൽ ലിവിങ്ങിൽ പോകണോ? നമുക്ക് ഫോർമൽ ലിവിങ്ങിൽ പോകാനായിട്ട് ഇവിടെ ആരോ മാർക്ക് ഞെക്കാം. ഫോർമൽ ലിവിങ്ങിൽ വന്നു. വേണ്ടോ, പേജ് ഡൈനിങ്ങിൽ പോകണം, ഡൈനിങ്ങിൽ പോവാം. ഇത്രേ ഉള്ളൂ പരിപാടി. ഇവിടെ നിന്ന് എനിക്ക് വെറുതെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോകാൻ പറ്റുള്ളൂ ഈ ഒരു ലിസ്റ്റിൽ. കിച്ചണിൽ പോകണോ കോർട്ട്യാർഡിൽ പോകണോ എന്നുള്ള നോക്കാം. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ക്യാമറ തിരിക്കാനുള്ള ബട്ടൺസാണ്. അതുപോലെ സൂം ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്, സൂം ഇനും സൂം ഔട്ടും ഉണ്ട്. അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഒരു ഫുൾ സ്ക്രീൻ ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അങ്ങനെ കാര്യങ്ങളാണ് ഉള്ളത്. ഇതാണ് നമുക്ക് ആകെ ഏറ്റവും എന്താ പറയുക, ഞാൻ നോക്കിയിട്ട് ഞാൻ എന്തുകൊണ്ട് ഞാൻ ഇത്രയും ഒരു വഴി ചിന്തിച്ചു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ 360 ഡിഗ്രി ഒരു ഫോട്ടോ നമുക്ക് ഓൺലൈനിൽ ഹോസ്റ്റ് ചെയ്യണമെങ്കിൽ കുറേ വെബ്സൈറ്റ്സ് ഉണ്ട് ഓൾറെഡി. പക്ഷെ ഒന്നും ഫ്രീ അല്ല, എല്ലാത്തിനും നമ്മൾ കാശ് കൊടുക്കണം. അവർ ട്രയൽ ആയിരിക്കും, 14 ദിവസം കഴിഞ്ഞാൽ ലിങ്ക് പോകും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഏറ്റവും ഫ്രീ ആൻഡ് യൂസ്ഫുൾ ആയിട്ടുള്ള വഴി. നമ്മൾ ഓരോ പ്രാവശ്യം ഇതൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ട്രാക്ക് മനസ്സിലാവും, എങ്ങനെയാണ് ഒരു സാധനം ഹോസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ചെയ്തോളൂ. അത്ര എളുപ്പമാണ് ഈ പരിപാടി. നമുക്കപ്പോൾ അതിൽ വേണ്ട കാര്യങ്ങൾ എന്താണ്, ഗിറ്റ്ഹബിൽ ഒരു അക്കൗണ്ട് വേണം, ഗിറ്റ്ഹബ് ഡെസ്ക്ടോപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവണം എന്നുള്ള കാര്യങ്ങളാണ്. പിന്നെ ഈ മാർസിപ്പനോ എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിൽ കയറി അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. മനസ്സിലായില്ലേ? ആ ഒരു ഓർഡർ ഞാനിപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തന്ന ആ ഒരു ഓർഡർ കീപ്പ് ചെയ്യുക. ആ ഓർഡറിൽ തന്നെ നിങ്ങൾ ചെയ്യണം കാര്യങ്ങൾ. എന്തെങ്കിലും ഡൗട്ടും കാര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ യൂട്യൂബിൽ കമൻറ്റ് ഇടുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് ക്ലിയറാക്കി പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 360 ഡിഗ്രി ഒരു ഇമേജ് നമ്മൾ റെൻഡർ ചെയ്ത് ഹോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഹോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടി. റെൻഡർ ചെയ്യുക എന്നുള്ളത് ഭയങ്കര എളുപ്പമാണ്. DFIയിൽ പോയി നേരെ പനോരമ ഇട്ട് കഴിഞ്ഞിട്ട് 8K JPG ഇട്ട് കഴിഞ്ഞാൽ റെൻഡറായി കിട്ടും, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് ബാക്കി ഇത് കാണുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാനാണ് പണി. പിന്നെ നമ്മൾ ചുമ്മാ കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും വൃത്തിക്ക് ചെയ്യണമല്ലോ, ഒരു ക്ലയൻറ്റിന് കൊടുക്കുകയല്ലേ. അപ്പം നമ്മളതുകൊണ്ടാണ് കുറച്ച് വളഞ്ഞ വഴി എന്നല്ല, ഇതാണ് ഏറ്റവും ഫ്രീ ആയിട്ടുള്ള എളുപ്പ വഴി എന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് പഠിച്ചെടുക്കാൻ അത്രയും നല്ലത്. നമ്മളൊരു സിവിൽ എഞ്ചിനീയറിംഗോ ആർക്കിടെക്ചറൽ അതൊരു BArക്കോ MArക്കോ കഴിഞ്ഞ ഒരാളാണെന്നും പറഞ്ഞ് കുറച്ച് കോഡിങ്ങും കാര്യങ്ങളൊന്നും നോക്കാൻ പോകില്ല, ആ ഒരു ഫീൽഡിലേക്ക് ഞാൻ കിടക്കില്ല എന്നൊന്നും ചിന്തിക്കരുത് ഒരിക്കലും.
അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരിക്കലും ഈ 360 ഡിഗ്രി ഒരു ഇമേജ് ആരെയും കാണിക്കാൻ പറ്റില്ലായിരുന്നു. ഞാനൊരു ഡിഫറെൻറ്റ് ഫീൽഡിലേക്ക് ഒന്ന് നോക്കി, എന്തുകൊണ്ട് എനിക്കിങ്ങനെ പഠിച്ചെടുത്തുകൂടാന്ന് നോക്കിക്കൊണ്ട് ഇങ്ങനൊരു വഴി ഞാൻ കണ്ടുപിടിച്ചു. അങ്ങനെ എപ്പോഴും പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ മറ്റ് ഫീൽഡുകളിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടാൻ പറ്റുമെങ്കിൽ അങ്ങനെ പഠിച്ച് നോക്കുക. ഓക്കെ, ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ അതാണ് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം.